ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ അംബേ ജഗദംബേ 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 അംബേ ജഗദംബേ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ ഒരിക്കലൊരു ഭക്തൻ അമ്മയോട് ഉന്നയിച്ച സന്ദേഹം ഇതായിരുന്നു: അമ്മേ, എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടായിട്ടും എനിക്ക് കാണുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അമ്മ പറഞ്ഞു, മോനെ, അത്രയേറെ അടുത്തിരിക്കുന്നത് കൊണ്ടാകാം കാണുവാനാകാത്തത്. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രമല്ലേ കാണുവാൻ സാധിക്കൂ. മനോമാലിന്യങ്ങൾ നീങ്ങാതെ ഈശ്വര ദർശനം സാധ്യമാവുകയില്ല എന്നും അറിയണം. ചിന്തകളും വാസനകളും കൊണ്ട് മലീമസമായ മനസ്സുകളെ ശുദ്ധീകരിക്കുന്നതിലാണ് അമ്മയുടെ ശ്രദ്ധ. അവിടുന്ന് ജാഗ്രതയോടെ ചെയ്യുന്ന ആ ശുദ്ധികർമ്മങ്ങൾക്ക് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശിവൻ കാലകാലനാണ് എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നു ഇനി മരിക്കും എന്നുള്ള കാലബോധത്തെ അഥവാ ദേഹാഭിമാനത്തെ ഇല്ലാതാക്കി ജീവനെ നിത്യതയിലേക്ക് നയിക്കുന്ന പരമാത്മ തത്വമാണ് ശിവൻ. ശിവൻ ലോകനിർമ്മാണയ്ക്കായി വിഷം കുടിക്കാൻ തയ്യാറായി. അതുപോലെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമയോടെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുമ്പോഴാണ് ലോകമംഗളം ഉണ്ടാകുന്നത്. നമ്മുടെ ശിവകുടുംബം എന്ന് പറയുമ്പോൾ ശിവൻ്റെ കാളെ കണക്ക് കൂട്ടണം, ദേവിയുടെ പുലിയെ കാണണം, ഗണപതിയുടെ എലിയെ കാണണം, മുരുകൻ്റെ മയിലിനെ കാണണം, പിന്നെ പാമ്പിനെയും കാണണം. ഈ പാമ്പും എലിയും പുലിയും പിന്നെ കാളയും എല്ലാം അവർ പരസ്പരം വഴക്കാളികളാണ്. അപ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യം മാറുന്ന അല്ലെങ്കിൽ എപ്പോഴും കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിക്കൊണ്ട് നിൽക്കുന്നവർ ശിവൻ്റെ മുമ്പിൽ എല്ലാവരും അനങ്ങാതെ ചലിക്കാതിരിക്കുക. കാള അനങ്ങാതിരിക്കുന്നു, പാമ്പ്, അതുപോലെ എലി എപ്പോഴും ഇങ്ങനെ സംസാരത്തിന് പ്രതീകമായിട്ടാണ് എലിയെ പറയുന്നത്.
അതിൻ്റെ പുറത്താണല്ലോ ബ്രഹ്മാണ്ടം മുഴുക്കിയിരിക്കുന്നത്. അപ്പം അതിനടക്കിയാൽ അവൻ അതിജീവിക്കാൻ സാധിക്കും. പുലി അടക്കി വെച്ചല്ലോ ദേവി. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ തത്വമുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യം മാറുന്ന അല്ലെങ്കിൽ എപ്പോഴും കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിക്കൊണ്ടിരിക്കുന്നവർ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും ശിവം കുടുംബം പോലൊരു കുടുംബമായ നന്നായിരുന്നെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അമൂല്യം മനസ്സിലാക്കിയാൽ എല്ലാവരും ഐക്യമാകും എന്നുള്ളതായിരിക്കും. പരസ്പരം തലകുനിക്കും. വിനയത്തിൻ്റെ മാധുര്യം അവിടെ ഒരു മാതൃകാ കുടുംബമാക്കി എന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ. ശിവനും പാർവതി ഒന്നായി അർദ്ധനാരീശ്വരനായി തീർന്നു. ആത്മനിഷ്ഠ, ശാസ്ത്രീയശീലം, വേഗം, ധീരത തുടങ്ങിയ പുരുഷഗുണങ്ങളെയും പ്രേമം, വാത്സല്യം, കാരുണ്യം, ക്ഷമ തുടങ്ങിയ സ്ത്രീഗുണങ്ങളെയും പരസ്പരം ഉൾക്കൊണ്ടു എന്നാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ അർത്ഥം. ഈ ഗുണങ്ങൾ നമുക്കുണ്ടായാൽ അവിടെ ശാന്തിയും ഐശ്വര്യവും സ്നേഹവും എല്ലാം കളിയാടും. പരസ്പരം ത്യാഗം സഹിക്കുന്നതിന് ശിവപാർവതിമാർ തയ്യാറായിരുന്നു. എപ്പോഴത്തെ പലരുടെയും ഭാരഭർത്തബന്ധം എങ്ങനെയുള്ളതാണ്. അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു പെൺകുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ട്, എനിക്ക് ശിവനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടണമേ. ഇത് കേട്ട ആ മോളുടെ അമ്മ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ മോള് പറയാണ്, ശിവനെ പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടിയാൽ ജീവിതം എത്ര എളുപ്പമായിരിക്കും. ശിവൻ്റെ ജടയിൽ ചന്ദ്രക്കലയാണ്, അപ്പോൾ എപ്പോഴും പ്രകാശം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ട കാര്യം ഉണ്ടാകത്തില്ല. ഗംഗ സ്ഥിരമായി ഒഴുകുന്നതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകില്ല. അതിനുള്ള കരവും എനിക്ക് അടയ്ക്കേണ്ടി വരത്തില്ല. ശിവൻ ഉടുത്തിരിക്കുന്ന പുലിത്തോലാണ്, തുണി അലയ്ക്കേണ്ട ഗതികേട് എനിക്ക് വരികയില്ല. ശിവന് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് അമ്മായിയപ്പൻ്റെയും അമ്മാവിയമ്മയുടെയും ഉപദ്രവവും എനിക്കുണ്ടായിരിക്കില്ല. സഹോദരിമാരില്ലാത്തതുകൊണ്ട് നാത്തൂന്മാരുടെ ശല്യവും എനിക്കില്ല. ശിവൻ കായിക കനികളാണ് ഭക്ഷിക്കുന്നത്, അതുകൊണ്ട് പാചകം ചെയ്യേണ്ട ആവശ്യമേ എനിക്കില്ല. ഇതുപോലെ സ്ഥൂലമായ രീതിയിലല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചന്ദ്രക്കല ജ്ഞാനത്തിൻ്റെ തത്വമാണ്, കാലത്തെ അതിക്രമിച്ചതിൻ്റെ പ്രതീകവുമാണ്. പുണ്യശക്തി സഹസ്രാരത്തിലെത്തിയ ശേഷം ഉണ്ടാകുന്ന അമൃതവർഷമാണ് ഗംഗ. പുരുത്തോൽ ഉടുത്തു എന്നാൽ കാമത്തെ അതിജീവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ശിവൻ കായികനികൾ ഭക്ഷണമാക്കിയത് ത്യാഗശീലത്തെ കാണിക്കുന്നു. ശിവന് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇല്ല എന്നതിന് അവിടുന്ന് പരമാത്മാവാണ്, അതിന് ആദിബന്ധമില്ലാത്തതാണ്, സ്വയംഭൂവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശിവരാത്രിക്ക് രാത്രിയിലാണല്ലോ നമ്മൾ പഞ്ചാക്ഷര ബന്ധം മറ്റും ഒക്കെ കൂടുതലായി ചെയ്യുന്നത്. രാത്രിയെ ജീവിതത്തിലെ കഷ്ടകാലത്തിൻ്റെ പ്രതീകമായും എടുക്കാം. ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടുതലുണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാരണ ഈശ്വരനെ വിളിക്കുന്നത്. അങ്ങനെ ജീവിത ദുഃഖങ്ങൾ നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുപ്പിക്കുന്നു. എന്നാൽ അതിന് കഴിയണമെങ്കിൽ ദുഃഖങ്ങളുടെ നടുവിലും മനസ്സിൻ്റെ ജാഗ്രത പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും സന്ദേശമാണ് ശിവരാത്രി നമുക്ക് തരുന്നത്. ഈശ്വരസ്മരണയോടെ ദിവസം മുഴുവൻ ഉപവസിക്കുന്നതും രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരിക്കുന്നതാണ് ശിവരാത്രിയുടെ മുഖ്യഭാഗം. എന്നാൽ ഉറക്കമൊഴിച്ചിരിക്കുക എന്നത് മാത്രമല്ല, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയും ബോധമുണർത്തുക എന്ന തത്വം കൂടി അതിലുണ്ട്. അതാണ് ശരിയായ ഉണർവ്. ത്യാഗവും സമർപ്പണവും ശിവരാത്രി ദിവസം മാത്രം പോരാ. ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഓരോ നിമിഷവും മനനം ചെയ്ത് പ്രായോഗികമാക്കാൻ ശ്രമിക്കേണ്ട ജീവിതവ്രതവുമാണത്. എപ്പോഴും അത് മക്കൾക്ക് ഉണ്ടാകട്ടെ. ഈശ്വരനിൽ യഥാർത്ഥ ഭക്തി വന്നാൽ മനോനിയന്ത്രണവും അനുഷ്ഠാനവും ഒക്കെ എളുപ്പമാകും. ഒരു പരിധിവരെ നമുക്ക് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിനെ അടക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ എല്ലാം മനസ്സ് പൂർണ്ണമായി അടങ്ങുന്നത് പ്രേമം വരുമ്പോഴാണ്. എല്ലാ ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും പ്രേമത്തിൽ നിന്ന് ഒതുക്കുന്നതായി തീരട്ടെ. ഞാൻ ഈ നശ്വരമായ ശരീരമല്ല, സച്ചിദാനന്ദമായ ശിവസ്വരൂപമാണെന്ന് ആത്മജ്ഞാനം മക്കളിൽ പ്രകാശിക്കട്ടെ. കാരുണ്യം നിറഞ്ഞൊഴുകട്ടെ. മക്കളെ കൃപ അനുഗ്രഹിക്കട്ടെ.
ഗുരുവായൂരപ്പുരേശ
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Goddess Saraswati holds a veena in her hands, right? And what is that veena? Endana veena? That veena represents each one of us. The body is the veena, the mind, the sense organs, intellect, emotions are the strings. Adana adinte kambigal. Currently all these strings are always tight and tense, and from the moment we wake up till we go to sleep in the night, the strings of our veena are out of tune. As a result, it produces annoying and deafening sounds if someone touches it. The truth is that even when we are asleep, we are not able to relax. The mind, emotions and subtle thoughts disturb us in the form of dreams and nightmares. Hence, we are not able to relax. The Sadguru Amma is the goddess Saraswati, who will help us produce the divine music emanating from our peace from within. But we have a responsibility to keep the instrument, this veena, not just the outside but the inside, clean, clear and pure. An incident that happened a few years ago at the Gold Coast retreat in Australia comes to my mind. The enchanting venue for Amma's darshan and place of stay was near the sea, on a long shoreline of pure white sand. The program lasted for 3 days. On the 4th day, before going to the airport, Amma came out of her room quite unexpectedly and walked straight to the beach. As soon as they saw her, the devotees converged from various quarters. Amma walked toward the sea. Without waiting for permission, the devotees also followed her. Amma said, "Children, be careful. Stand with your feet firmly embedded in the sand." When the water reached just below her knees, Amma stopped standing there. Amma sang 2 bhajans, Srishtiyum Niye, Srishtavum Niye, and Kodanu Kodi, Varshangalai Satyame. Amma stood still in the water, fixing her gaze on the horizon. The devotees were immersed in Amma's resplendent form. After some time, Amma started walking up the beach. Suddenly, an idea struck me. It was a natural yet powerful inner call. I thought, Amma stood all this time in the water. Aren't the sand sanctified by the touch of our feet truly holy? And before Amma could move away, I bent down and grabbed a handful of sand from under Amma's feet. She started walking ashore. I reverentially saluted the sand in my palms. I stood there looking at Amma as she trudged ahead on the beach with the devotees. അമ്മ നടന്ന് പോകുന്നു. ഞാൻ അമ്മയുടെ കാലിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുന്നു, അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ദ നെക്സ്റ്റ് മോമെൻറ്റ് അമ്മ നടക്കുകയാണ്, പതുക്കെ നടക്കുന്നു. ദ നെക്സ്റ്റ് മോമെൻറ്റ് അമ്മ ടേൺഡ് അറൗണ്ട് ആൻഡ് സെഡ് ടു മീ, എന്നോട് പറഞ്ഞു, സൺ, how much love and devotion you have for the handful of sand taken from where Amma stood. എത്രമാത്രം പ്രേമമാണ് നീ ആ മണ്ണിനോട് കാണിക്കുന്നത്, അമ്മ നിന്നിടത്തുനിന്നെടുത്ത മണ്ണിനോട്. But
You have forgotten one thing, my son. ഒരു കാര്യം മോൻ മറന്നുപോയി. Every grain of sand on this earth bears the imprint of Amma's feet. ഈ പ്രപഞ്ചത്തിലെ ഓരോ തരി മണലിലും അമ്മയുടെ പാദങ്ങൾ പതിച്ചിട്ടുണ്ട്. She has trod on each and every speck. ഓരോ മണൽത്തരിയിലും അമ്മ ചവിട്ടിയിട്ടുണ്ട്. Therefore, son, you should strive to develop the same love and reverence you have for that handful of mud towards all objects, big and small in the world, towards every atom. Amma's words were brimming with her customary love and motherly affection, but they went beyond the comprehension of my mind and entered the deepest recesses of my heart. These profound and powerful words were equal to import to a scriptural statement. They touched the very core of my being. I do not claim to have fully grasped the meaning and depth of those words, but they quietened my mind for some time. In those few moments, standing at the edge of the shore with my most beloved Amma nearby, I saw with clarity the truth of Amma's statement. So Amma is calling, Omkara Divya Purule Varu Omana Makkale Vegam. So Amma നടന്നു പോവാണ്. നടന്നു പോകുന്ന കൂട്ടത്തിൽ അമ്മ എന്നോട് പറഞ്ഞു, as Amma was walking, she called me, son, why are you standing there? Come quickly, വേഗം വാ, പോകാൻ സമയമായി. When I heard Amma's call, I did not tarry any longer. I ran towards her. Yes, come quickly, darling children. ഓടി വരൂ ഓമന മക്കളെ, വേഗം വരൂ. Amma is constantly calling us. We have a long way to go before we reach that expansive sky of consciousness that Amma embodies. So let us listen to Amma's call. We must walk with her and strive to keep pace with her. Let us open our hearts and listen to Amma's call. ഓമന മക്കളെ വേഗം വരൂ, ഓടി വരൂ മക്കളെ. So that's the one and only wish of Amma, to take us to the state where she is constantly established. Om Amradeshwariye Namaha.